പവിത്രം സീരിയലിന്റെ വരാൻ പോകുന്ന ഒരു അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വത്തിനെ പുറത്തിറക്കാനായിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വിക്രത്തിന് ശ്രീകാന്തിനെ മുട്ടിക്കൊത്തിക്കാനായിട്ട് അയാൾക്കെതിരെ ഒരു തെളിവ് കയ്യിൽ കിട്ടുന്നത്. ആ തെളിവ് കാണിച്ച് ശ്രീകാന്തിനെ കൊണ്ട് തന്നെ കേസ് പിൻവലിപ്പിക്കുകയും വിശ്വത്തിനെ പുറത്തിറക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. വിക്രം തന്നെ തന്റെ ആ ഒരു രഹസ്യം പുറത്താകുമെന്ന് കരുതി ശ്രീകാന്ത് ആ കേസ് പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് പരാതിയില്ലെന്നും നഷ്ടപ്പെട്ടു പോയ എന്റെ 10 ലക്ഷം രൂപ തിരികെ കിട്ടിയിട്ടുണ്ട് കോടതിയിൽ ശ്രീകാന്ത് തുറന്നു പറയുമ്പോൾ ഒടുവിൽ ആ കേസ് ഇല്ലാതാവുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ എങ്ങനെയാണ് വിക്രം മെരുക്കിയെടുത്തത് എന്ന് വേദയ്ക്ക് മനസ്സിലാകുന്നില്ല. ശേഷം കേസെല്ലാം അവസാനിക്കുമ്പോൾ വേദ വീട്ടിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. വിശ്വം ജയിലിൽ നിന്നും തിരികെ എത്തിയല്ലോ, കേസ് ഇല്ലാതായാലോ, വേദയാണ് ഇതിനെല്ലാം കാരണമെന്ന് അറിഞ്ഞ് ശ്രീജ വേദയുടെ അടുത്ത് നന്ദിയെല്ലാം പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെയാണ് ശങ്കരനാരായണനെ വാസുവിന്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോകുന്നത്. അപ്പൊ പതിവ് പോലെ മുത്തശ്ശി വേദയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മോളെ ശങ്കരനാരായണൻ ഇതുവരെ വന്നിട്ടില്ല, കോടതി വിടേണ്ട സമയമായിട്ടും അവൻ വീട്ടിലേക്ക് വന്നിട്ടില്ല. ശങ്കരനെ കണ്ടില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത്. എവിടെ പോയതാണോ ഒന്നും ഒരു വിവരവും ഇല്ല, ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ഈ മുത്തശ്ശി എന്ത് പറ്റിയതാണ് എന്ന് വേദ ചോദിക്കുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ചു, അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പത്മയും വേദയോട് പറയുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ സങ്കടത്തോടു കൂടി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അങ്ങനെ വേദയ്ക്ക് മനസ്സിലാവുന്നതാണ്. ആരാണ് ഇതിന്റെ പിന്നിലെ എന്ന് പക്ഷേ വേദയ്ക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് വാസവിന്റെ ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു കെട്ടിടത്തിൽ കെട്ടിയിട്ടുണ്ടാവും കേട്ടോ ശങ്കരനാരായണനെ. അയാളുടെ ഒരു കേസ്, വാസവിന്റെ ഒരു കേസ് കോടതിയിൽ എത്തിയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു കേസ് വാദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണന്റെ പിന്നെ വേദയോടും വിക്രമനോട് ഒരു പക അയാളോടും ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ദേഷ്യത്തിലാണ് അയാളെ തീർത്ത് കളയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാസവന്റെ ഗുണ്ടകൾ ശങ്കരനാരായണനെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവുക. അങ്ങനെ വേദയാണെങ്കിലോ തന്റെ അച്ഛനെ കുറിച്ച് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് വേദ വിക്രമനോടായിട്ട് പറയുന്നുണ്ട്, എന്റെ അച്ഛനെ രാവിലെ മുതലേ കാണാനില്ല, കോടതിയിലേക്ക് പോയിട്ട് തിരിച്ചു വരേണ്ട സമയമായിട്ടും കാണാതായപ്പോ അന്വേഷിച്ചിറങ്ങി, കോടതിയിലേക്ക് പോയ അച്ഛൻ തിരികെ വന്നിട്ടില്ല, ഡ്രൈവർക്കും ഒന്നും അറിയില്ല, എന്റെ അച്ഛൻ എവിടെയാണെന്ന് വിക്രമിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ നിന്റെ അച്ഛനെ ഞാൻ കണ്ടുപിടിച്ച് രക്ഷിച്ചു കൊണ്ടുവന്നാൽ നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുമ്പോൾ വിക്രം ആവശ്യപ്പെടുന്നത് എന്തും ഞാൻ തരും എന്ന് വേദ പറയുന്നതും അതെങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, കൈയെഴുത്തെഴുതി നീ എനിക്ക് സൈൻ ചെയ്തു തരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് വിക്രം. സത്യമായിട്ടും വിക്രം എന്താണോ എന്നോട് ആവശ്യപ്പെടുന്നത് അത് ഞാൻ സാധിച്ചു തരുമെന്ന് വേദ പറയുന്നുണ്ട് വിക്രമിന്റെ അടുത്ത്. ശേഷം എന്നാ ശരി എന്ന് പറഞ്ഞിട്ട് വിക്രം ശങ്കരനാരായണന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വിക്രം ഒരു കെട്ടിടത്തിനുള്ളിൽ നിന്നും ശങ്കരനാരായണനെ കണ്ടെത്തിടുന്നുണ്ട്. അവിടെയുള്ള അപ്പൊ ആ ഗുണ്ടകളെയെല്ലാം അടിച്ചോടിച്ച് ശങ്കരനാരായണനെയും രക്ഷിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ വിക്രം. അങ്ങനെ ശങ്കരനാരായണനെ വീട്ടിലേക്ക് കൊണ്ടുചെന്നാക്കുന്നതും വിക്രം തന്നെയാണ്. അതോടുകൂടി തന്നെ എല്ലാവർക്കും ശങ്കരനാരായണനെ തിരിച്ചു കിട്ടുമ്പോൾ വളരെയധികം സന്തോഷവും ആശ്വാസവും ഒക്കെ ആവുന്നുണ്ട്. വിക്രമിനെ അവർ സന്തോഷത്തോടെ സ്വീകരിക്കാനൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വിക്രമാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ ബൈക്ക് എടുത്ത് അവിടെ നിന്നും പോവാണ്. പിന്നീട് അങ്ങനെ വേദയ്ക്ക് അരികിലേക്ക് വന്നിട്ട് വിക്രം പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ ഇപ്പോൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, വേണമെങ്കിൽ വിളിച്ചു നോക്കാം എന്ന് പറയുമ്പോൾ വിക്രം പറഞ്ഞത് ശരിയാണ്, മുത്തശ്ശി എന്നെ വിളിച്ച് വിവരം പറഞ്ഞു, നിങ്ങൾക്ക് എവിടുന്ന് എൻ്റെ അച്ഛനെ കുറിച്ച് വിവരം കിട്ടിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ നീ ഒരു കാര്യം എനിക്ക് വാക്ക് തന്നിരുന്നു, നിന്റെ അച്ഛനെ രക്ഷിച്ചാൽ ഞാൻ പറഞ്ഞത് അനുസരിക്കുമെന്ന്. ആ ഒരു കാര്യം ഞാൻ നിന്നോടിപ്പോൾ ആവശ്യപ്പെടാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വിക്രമിനെ എന്നെ വിശ്വസിക്കാം, ഞാൻ വിക്രമിനോട് പറഞ്ഞിരുന്ന ആ വാക്ക് പാലിക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ വിക്രം വേദയോടായിട്ട് ആ ഒരു കാര്യം ആവശ്യപ്പെടുകയാണ്, നീ ഈ വീട് വിട്ട് എന്നേക്കുമായിട്ട് പോകണം വേദ, ഒരിക്കലും ഈ വീട്ടിൽ നിനക്കിനി എൻ്റെ ഭാര്യയായിട്ട് തുടരാൻ പറ്റില്ല, ആ ഒരു കാര്യമാണ് നീ എനിക്ക് വേണ്ടി സാധിച്ചു തരേണ്ടത്. നീ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എല്ലാവരും ഓരോരോ പ്രശ്നത്തിൽ പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഇനി എൻ്റെ മേലെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം, പക്ഷെ നിന്റെ ചേട്ടൻ ഒരിക്കലും നിന്നെ ഇവിടെ ജീവിക്കാനായിട്ട് സമ്മതിക്കില്ല, പിന്നെ എന്തിനാ നീ ഇവിടെ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, നമ്മൾ രണ്ടുപേരും ഒട്ടും ശരിയാവില്ല വേദ, അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം എന്ന് വിക്രം പറയുന്നത് കേട്ട് വേദയാണെങ്കിൽ ശരിക്കും ഷോക്കായി പോവാണ്. കാരണം വിക്രം അങ്ങനെ ഒരു കാര്യം തന്നോട് ആവശ്യപ്പെടുമെന്ന് വേദ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. വിക്രം മറ്റെന്തെങ്കിലും ആവശ്യപ്പെടുമെന്ന് തന്നെയാണ് കേട്ടോ വേദ കരുതുന്നത്. അതുകൊണ്ട് തന്നെ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട് വേദ. തുടർന്ന് നീ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നീ ഇവിടുന്ന് പോകാമെന്ന്, നിന്റെ താലി ഊരി വെച്ചിട്ട് വേണം
വേണം നീ ഇവിടെ നിന്ന് പോകാൻ എന്ന് വിക്രം ആവശ്യപ്പെടുമ്പോൾ വിക്രമിന് കൊടുത്ത ആ വാക്ക് പാലിക്കാൻ വേണ്ടി തന്നെ വേദ തന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിക്രമിന് വാക്ക് കൊടുത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ വേദ മനസ്സില്ലാ മനസ്സോടെ വിക്രമിന്റെ വീട് വിട്ടു പോകാനായിട്ട് തയ്യാറാവാണ്. അപ്പൊ ഇതേ സമയം മാഷും അതുപോലെ തന്നെ കമലാമ്മയും ശ്രീജിയും ഒക്കെ വല്ലാതെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പക്ഷെ നന്ദിനിക്ക് ഇതിൽ വലിയ സന്തോഷമാവാണ്. നീ എപ്പോഴാ പോകുന്നത്, എന്നിട്ട് വേണം ഇവിടെ ഒരു ശുദ്ധി കലശം നടത്താൻ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി നന്ദിനി നിൽക്കുമ്പോൾ നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീജേട്ടത്തി നന്ദിനിയെടുത്തി പറഞ്ഞോട്ടെ, ഇനി ഒരിക്കലും നന്ദിനിയെടുത്തിക്ക് എന്നോട് ഇങ്ങനെ പറയാനുള്ള ഒരു ചാൻസ് കിട്ടില്ല. ഒരിക്കലും ഞാൻ ഈ വീട്ടിലേക്ക് തിരികെ വരില്ല. അത് ഞാൻ വിക്രമിന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ വിക്രമിനാണെങ്കിലും വേദയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് പോകാൻ. പക്ഷെ വിക്രമിന് ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട്. അവൾക്ക് വേണ്ടത് ഈ വീടല്ല, വേദയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട്. അവൾ അവളുടെ വീട്ടിലേക്ക് പോകട്ടെ, എന്നിട്ട് ആ ദർശൻ വക്കീലിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊരു മനസ്സിൽ അങ്ങനെ ആലോചിച്ചിട്ടാണ് മനസ്സില്ലാ മനസ്സോടെ വേദയോടായിട്ട് ഈ ഒരു കാര്യം വിക്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വേദയുടെ ബാഗൊക്കെ എടുത്തുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങാൻ നേരം വേദ എല്ലാവരുടെ അടുത്തായിട്ട് പറയുന്നുണ്ട്, ഞാൻ കാരണം നിങ്ങൾ എല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടി. ഇവിടെ വിഷയേട്ടനൊന്നും അറിയാത്ത പോലും മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, വിഷയേട്ടന് അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചു. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കാനായിട്ട് ഈ വേദ ഇവിടെ നിൽക്കുന്നില്ല. എന്നേക്കുമായിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും പോവാണ്. എൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആൾക്ക് എന്നെ വേണ്ട. പിന്നെ ഞാൻ കാരണം ഇവിടെ ഓരോ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് വേദ ഇങ്ങനെ സങ്കടത്തോടു കൂടി കരയുമ്പോൾ അവൾക്ക് അരികിലേക്ക് വന്നിട്ട് നമ്മുടെ കമലാമ്മ അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നിന്നോട് ഈ അമ്മയ്ക്ക് യാതൊരു ദേഷ്യവും ഇല്ല മോളെ, സ്നേഹം മാത്രമേ ഉള്ളൂ. നീ എൻ്റെ മോളായിട്ട് തന്നെയാണ് ഈ വീട്ടിലേക്ക് വന്നത്. നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് നീ ഇപ്പോൾ പോകുന്നതെന്ന് നീ കരുതിക്കോ. ഒരിക്കലും ഈ അമ്മ ഈ മോളെ മറക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദയെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിക്കുന്നുണ്ട് കേട്ടോ കമലാമ്മ. അപ്പോൾ സുധാകരൻ മാഷിനാണെങ്കിലും സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, മോളെ വേദയെ, നീ ഇപ്പോൾ ഈ എടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് നിനക്ക് പിന്നീട് മനസ്സിലാകും. അന്ന് നീ ഈ അച്ഛനെയും അമ്മയെയും നിന്റെ ഓർമ്മയിൽ ഉണ്ടാകണം. എപ്പോഴെല്ലാം അച്ഛൻ്റെ അരികിലേക്ക് വന്ന് കാല് തൊട്ട് ആ ഒരു സമയത്ത് അച്ഛൻ്റെ അരികിലേക്ക് വന്ന് കാല് തൊട്ട് വേദ അനുഗ്രഹം വാങ്ങുന്നുണ്ട്. എന്നിട്ട് കൈകൂപ്പി നിൽക്കുന്നുണ്ട് കേട്ടോ. എന്നോട് അച്ഛൻ ക്ഷമിക്കണം, ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. ഞാൻ ഇവിടേക്ക് വന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. എന്നാലും എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇറങ്ങാൻ നേരത്തും വിക്രം നിൽക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദയോട്. അപ്പോൾ ഒരു പ്രതീക്ഷയോടുകൂടി വേദ തിരിഞ്ഞു നോക്കുമ്പോൾ, നീ താലി ഇങ്ങ് ഊരി തന്നേക്ക്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും എന്ന് പറയുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ ആ സമയത്ത് വിക്രമിന്റെ അടുത്ത് വന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട്, എന്താ ഇത്, ഈ താലി അങ്ങനെ പെട്ടെന്ന് അഴിച്ചു മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ലെങ്കിൽ നീ ആ താലിയുമായിട്ട് വീണ്ടും ഇവിടേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ആ താലി പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ വിക്രത്തിനോടായിട്ട് എന്താ നീ കാണിക്കുന്നത്, നിനക്ക് ഇങ്ങനെ ഓരോരോ തോന്നിവാസങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാ എന്ന് ചോദിച്ചുകൊണ്ട് കമലാമ്മ വിക്രത്തിന്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വിക്രം ആ താലിയിൽ നിന്നും പിടിവിടുന്നുണ്ട്. അപ്പോൾ വേദയാണെങ്കിൽ തന്റെ ബാഗ് എടുത്ത് ആ വീട്ടിലേക്ക് ഒന്നും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയതിന് ശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങാണ്. വിക്രം ആണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം എന്ന് വേദയോട് പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സഹായം മതി ഇനി ഈ വേദയ്ക്ക്, നിങ്ങളുടെ ആരുടെയും സഹായം വേണ്ട. നന്ദിനിയേട്ടത്തി ഒരുപാട് താങ്ക്സ്, ഒരുപാട് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ നന്ദിനിയേട്ടത്തി പല വേഷങ്ങൾ കേട്ടിട്ടുണ്ട്, അതിനെല്ലാം താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നന്ദിനിയാണെങ്കിൽ സന്തോഷത്തോടു കൂടി വേദ പോകുന്നതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ വേദ പോയി കഴിഞ്ഞതിന് ശേഷം നന്ദിനി അവരോട് എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, അല്ല ഇന്നൊരു ഗ്ലാസ് പായസമായാലോ, എൻ്റെ സ്പെഷ്യലായിട്ട് ഞാനൊരു പായസം ഉണ്ടാക്കാൻ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പൊ എല്ലാവരും അങ്ങനെ സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് നന്ദിനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടുകൂടി അടുക്കളയിലേക്ക് പായസം ഉണ്ടാക്കാനായിട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വേദ ഒരു ഓട്ടോയിൽ തന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ ബാഗ് കൊടുത്ത് വേദ വരുന്നത് കാണുമ്പോൾ ശ്രീകാന്തും വർഷയൊക്കെ താഴേക്ക് വരുന്നുണ്ട്. അല്ല വേദ എന്താ ഇങ്ങോട്ടെന്ന് ചോദിക്കുമ്പോൾ, അല്ല നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരം ആ വീട് ഉപേക്ഷിച്ച് ഞാൻ വന്നിട്ടുണ്ട്, ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ച് ചെയ്തോ, ഇനി ആ വീട്ടുകാരെ നിങ്ങൾ ഉപദ്രവിക്കില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് കയറി പോവാണ് കേട്ടോ വേദ. ആ സമയത്ത് മുത്തശ്ശി അവൾക്ക് പുറകെ പോകാൻ നിൽക്കുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അമ്മ വേണ്ട, അവള് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ, ഇപ്പൊ ഒന്നും ചോദിക്കണ്ട, അവൾക്ക് അവളുടെ ഭർത്താവ് അനുയോജ്യനായിട്ടുള്ള ഒരുത്തൻ തന്നെയായിരുന്നു, പക്ഷെ അതാരും മനസ്സിലാക്കാതെ പോയി അവൾ ആ വീട്ടിലിട്ട് ഓരോരുത്തരും ഉപദ്രവിക്കുമ്പോൾ സഹികിട്ട് ഇറങ്ങി വന്നതായിരിക്കും എൻ്റെ കുട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയോടായിട്ട് ശങ്കരനാരായണൻ. പിന്നീട് കുറച്ച് സമയം കഴിയുമ്പോൾ വേദ അച്ഛൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ ഇപ്പൊ എടുത്ത തീരുമാനം ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കിത് ശരി തന്നെയാണ് അച്ഛ, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അച്ഛൻ എവിടെയാണെന്ന് കണ്ടെത്തി രക്ഷിച്ചുകൊണ്ട് വന്നാൽ വിക്രം പറയുന്നത്
എന്തും ഞാൻ അനുസരിക്കാമെന്ന് വിക്രത്തിന് വാക്കു കൊടുത്തിരുന്നു. എല്ലാത്തിനും വലുത് എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മടിയിലേക്ക് കിടക്കുമ്പോൾ വേദയുടെ മുടിയിൽ തലോടിക്കൊണ്ട് അവളെ വാത്സല്യത്തോടെ അവളോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ ഭർത്താവാണെന്ന് എനിക്കറിയാം. അവനെ ഉപേക്ഷിച്ച് നീ വരണമെങ്കിൽ എന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് മോളെ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അച്ഛനാണ് എനിക്ക് എല്ലാത്തിനും വലുത്. പിന്നെ എനിക്കൊരു വില തരാതെ ഒരിക്കലും ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത ഒരാളുടെ കൂടെ എന്തിനാണ് ഞാൻ അച്ഛൻ ജീവിക്കുന്നത്? അദ്ദേഹത്തിന് എൻ്റെ വില മനസ്സിലാക്കുന്ന അന്ന്, ഞാൻ അദ്ദേഹം എന്നോട് ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്ന അന്ന്, ഞാൻ അന്ന് മാത്രമേ ഇനി വിക്രമിൻ്റെ ജീവിതത്തിലേക്ക് തിരികെ പോകൂ എന്ന് പറയുമ്പോൾ വേദ ഇനിയും ഇങ്ങനെ ഒരു തീരുമാനം വേണോ? നിന്റെ ശരി നിന്നെ രക്ഷിക്കട്ടെ, എനിക്ക് അത്രേ പറയാനുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. വിക്രം എല്ലാവരും കരുതുന്നത് പോലെ അത്ര മോശപ്പെട്ടവനൊന്നുമല്ല. അവന് നല്ലൊരു മനസ്സുണ്ട്, അവൻ നല്ലവനാണ്. അവൻ എന്തോ കാരണത്താൽ ഇങ്ങനെ ആയിപ്പോയതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട് അച്ഛാ. ആ കഥ ഞാൻ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അങ്ങനെ വിക്രം ഇങ്ങനെ ആയതിൻ്റെ പിന്നിലെ ആ രഹസ്യം വേദ തുറന്ന് പറയുന്നുണ്ട്. വിക്രമിനാണെങ്കിലോ വേദ പോയി കഴിഞ്ഞ് വല്ലാതെ മിസ്സിങ് ആവുന്നുണ്ട് കേട്ടോ. വേദയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ആ റൂമിൽ അവിടെയും ഇവിടെയും ഇരിക്കുന്ന വേദയെ അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇനി ഒരിക്കലും വേദ തിരികെ വരില്ല എന്നുള്ളൊരു സങ്കടം അവൻ്റെ മനസ്സിനെ വല്ലാതെ തന്നെ പൊള്ളിച്ചു കളയുന്നുണ്ട്. തുടർന്ന് വിക്രം നേരെ വർക്ക്ഷോപ്പിലേക്കാണ് ചെല്ലുന്നത്. അപ്പോൾ അവിടെ എത്തുന്ന രാജേട്ടൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് ഇത്ര മൂഡ് ഓഫ് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നിന്റെ ഭാര്യയുടെ അച്ഛനെ നീ കണ്ടെത്തി കൊടുത്തല്ലോ, പിന്നെ എന്താ നിനക്ക് ഇത്രയും ചോദിക്കുമ്പോൾ എന്താ നീ വേദിയായിട്ട് എന്തെങ്കിലും വഴക്കിട്ടോ എന്നെല്ലാം അവരിങ്ങനെ മാറി മാറി ചോദിക്കുന്നുണ്ട് വിക്രത്തിൻ്റെ അടുത്ത്. അതായിരിക്കും വേദയെ അവൻ എന്തായാലും മനസ്സുകൊണ്ട് വലിയ ഇഷ്ടമാണ്. നമ്മുടെ മുന്നിൽ എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാലും വേദ എന്ന് വെച്ചാൽ ഇവന് ജീവനാണ്. അവള് പോയി എന്ന് വിക്രം പറയുമ്പോൾ അവള് പോയെന്നോ എന്താ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും വിക്രത്തിനോട്. അപ്പോൾ തുടർന്ന് വിക്രം സംഭവിച്ചതൊക്കെ അവരോട് പറയുന്നുണ്ട്. എടാ നീ ഒരു വിട്ടിയാണ്, അവള് കാരണമാണോ നിന്റെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, അവളുടെ ചേട്ടൻ ഒരിക്കലും ഞങ്ങളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ജീവിതം? അവൾക്ക് ആ വീട്ടിൽ യാതൊരു സ്വസ്ഥതയും കൊടുക്കില്ല നന്ദിനി ഏട്ടത്തി. അച്ഛനും അമ്മയ്ക്കും ശ്രീചേട്ടത്തിക്കും ഒക്കെ അവളെ കാര്യമാണ്. പക്ഷെ നന്ദിനി ഏട്ടത്തി അവൾക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കില്ല. അവൾ ഇവിടെ ജീവിക്കേണ്ട കുട്ടിയല്ല, അവൾക്ക് നല്ലൊരു ഭാവിയുണ്ട്. ഈ ഗുണ്ടയുടെ കൂടെ ജീവിച്ച് എന്തിനാണ് വെറുതെ അവളുടെ ജീവിതം പാഴാക്കുന്നത് എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ വിക്രം. അപ്പോൾ വിക്രം നിനക്ക് യാതൊരു വിഷമവും ഇല്ല അവൾ പോയതിൽ എന്ന് രാജേട്ടൻ ചോദിക്കുമ്പോൾ എനിക്ക് എന്തിനാ രാജേട്ട വിഷമം എന്ന് പറയുന്നതും ആ പറച്ചിലിൽ തന്നെ ഉണ്ട്. നിന്റെ ഉള്ളിൽ നീ കരഞ്ഞുകൊണ്ടാണ് അവളെ പറഞ്ഞു വിട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാലും അവൾ നന്നായിട്ട് ജീവിക്കട്ടെ, അത് മാത്രമാണ് എനിക്ക് വേണ്ടത് എന്ന് പറയുന്നുണ്ട് വിക്രം. എന്നാലും വേദ ഒന്നും എതിർത്ത് പറയാതെ പോകാൻ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവളുടെ അച്ഛനെ രക്ഷിച്ചു അവളുടെ മുന്നിൽ നിർത്തിയാൽ ഞാൻ ആവശ്യപ്പെട്ടതൊക്കെ നടത്തി തരാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വാക്ക് ഞാൻ അവളോട് ചോദിച്ചിരുന്നു. അതിന്റെ പേരിലാണ് അവൾ പോയത് എന്ന് വിക്രം പറയുമ്പോൾ വിക്രം ഇതൊരിക്കലും ശരിയല്ല. അവളുടെ മനസ്സ് ഒരുപാട് കരയുന്നുണ്ടാവും. അവൾക്ക് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെയും നിന്റെയും കുടുംബത്തെയും. അതെനിക്ക് അറിയാം എന്ന് പറയുമ്പോൾ അതെനിക്ക് അറിയാം രാജേട്ടാ. പക്ഷെ അവൾ ആ ദർശൻ വക്കീലിനുള്ളതാണ്. അവർ ഒരുമിച്ച് ജീവിക്കട്ടെ. ഭാര്യയും ഭർത്താവും രണ്ടുപേരും നല്ല അഡ്വക്കേറ്റ്സ്. ഭാവിയുള്ളവരെ എന്തിനാ അവരുടെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ തളച്ചിടുന്നത്? ഞാൻ ഒരു അബദ്ധത്തിൽ അവളുടെ കഴുത്തിൽ താലി കിട്ടിയതല്ലേ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ വിക്രം. അതായിരുന്നു ദൈവനിശ്ചയം. കയ്യിൽ കിട്ടിയത് നീ എന്തിനാടാ വിട്ടുകളഞ്ഞത്? നീ ഒരു നിർഭാഗ്യവാൻ തന്നെയാണ്, ഒരു മണ്ടനാണെന്ന് പറയുമ്പോഴും വിക്രമിന്റെ ഉള്ളിൽ പൊട്ടിക്കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിക്രമ അവിടെ നിന്ന് നേരെ പോവാണ്. അതിനുശേഷമാണ് രാധ വിക്രത്തിന്റെ ബൈക്കിന് മുന്നിൽ വട്ടം പിടിക്കുന്നത്. എന്നാലും വിക്രം ചേട്ടൻ അവളെ പറഞ്ഞു വിട്ടില്ലേ, ഇനി രാധയ്ക്ക് ആ മനസ്സിൽ ഒരു ഇടമുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നെല്ലാം രാധ പറയുന്ന സമയത്ത് വിക്രത്തിന് ശരിക്കും ദേഷ്യം വരികയാണ്. ഡി രാധ, നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ലാന്ന്. അഥവാ ഉണ്ടാവുകയാണെങ്കിൽ അതെൻ്റെ വേദ തന്നെയായിരിക്കും. അവളെ മറന്നിട്ട് എനിക്കൊരു ജീവിതവും ഉണ്ടാവില്ല. ഈ വിക്രമ ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ, ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ വേദയാണെന്ന് രാധയോട് തറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ വിക്രം. പക്ഷെ വേദയില്ലാതെ ഒരു നിമിഷത്തെ പോലും വിക്രം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ വേദയും വിക്രമിന്റെ അതേ ഒരു അവസ്ഥയിലൂടെ തന്നെയായിരിക്കും കടന്നു പോകുന്നുണ്ടാവുക. അങ്ങനെ കുറെ പ്രതിസന്ധികൾക്ക് ശേഷം വീണ്ടും വേദയും വിക്രവും കൂടെ ഒരുമിക്കുന്ന നല്ലൊരു എപ്പിസോഡുകളാണ് ഇനി അങ്ങോട്ട് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്